ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രേസൽ വെർബ്സ് തുടങ്ങിയായിരുന്നു. ബ്രിങ് എന്ന് പറഞ്ഞ വേർബ് ഉപയോഗിച്ചുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ കം എന്ന് പറഞ്ഞ വേർബും പ്രിപ്പോസിഷൻസും കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വേർബ് കം ആണ്. കമ്മിൻ്റെ അർത്ഥം അറിയാലോ, അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരൂ എന്നേ ഉള്ളൂ. എന്നാൽ അത് പ്രിപ്പോസിഷൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഫ്രേസൽ വേർബ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി മാറി വരും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഫ്രേസൽ വേർബ് കം എക്രോസ് ആണ്. കം എക്രോസ് ചുമ്മാ കുറുകെ വരിക എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് കാണുക അല്ലെങ്കിൽ ആകസ്മികമായി കണ്ടുമുട്ടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനൊരു അർത്ഥമാണ് കം എക്രോസിനുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. While I was cleaning my room, I came across my old diary. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഓൾഡ് ഡയറി പെട്ടെന്ന് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ആ പെട്ടെന്നൊരു ആകസ്മികമായി അത് കണ്ടുമുട്ടി എന്ന് പറയുകയാണ്. അത് എന്താണ്? ബൈ ആക്സിഡൻറ്റ് നമ്മുടെ മുന്നിലോട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുക, ഹാവ് യു കം അക്രോസ് സച്ച് എ പ്രോബ്ലം ബിഫോർ? നീ ഇതിനു മുന്നേ ഇങ്ങനൊരു പ്രശ്നം നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിന്റെ മുന്നിൽ നിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാനും നമുക്ക് കം അക്രോസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രേസൽ വെർബിലോട്ട് പോകാം. രണ്ടാമത്തത് കം എലോങ് ആണ്. കം എലോങ്ങിൻ്റെ ഒരർത്ഥം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൂടെ വരിക എന്നൊരർത്ഥമുണ്ട്. കം എലോങ്. ഫോർ എക്സാമ്പിൾ, യു ഗോ നൗ ആൻഡ് ഐ വിൽ കം എലോങ് ലേറ്റർ. നീ ഇപ്പോൾ പോകൂ, ഞാൻ പിന്നെ കൂടെ വരാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ പുറകെ വന്നോളാം എന്ന് ഉള്ളൊരർത്ഥമാണ് അവിടെ ആ സെൻറ്റൻസിൽ കം എലോങ്ങിനുള്ളത്. യു ഗോ നൗ ആൻഡ് ഐ വിൽ കം എലോങ് ലേറ്റർ. ഓക്കെ, ഇപ്പോൾ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഐസ്ക്രീം, ഡു യു വോണ്ട് ടു കം എലോങ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവിടെ എന്താണ് അർത്ഥം? ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ ഐസ്ക്രീമിന് വേണ്ടി പോകുവാണ്, നീ കൂടെ വരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും കം എലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ കം എലോങ്ങിന് വേറെ ഒരു അർത്ഥം കൂടെയുണ്ട്. പെട്ടെന്ന് വരൂ അല്ലെങ്കിൽ വേഗമാകട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് കം എലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം കം എലോങ് ഓർ വി വിൽ ബി ലേറ്റ്. കം എലോങ് വേഗം വരൂ അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആകും എന്ന് പറയാനായിട്ട് നമുക്ക് കം എലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കം എലോങ് മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ഫ്രേസൽ വെർബ് കം ഓവർ. ഓവർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് നമ്മൾ കമ്മിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഓവർ, OVER. കം ഓവർ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാണ് അർത്ഥം. ആരെങ്കിലും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും പ്ലേസിൽ നമ്മളെ ആരെങ്കിലും സന്ദർശിക്കുന്നതിന് നമുക്ക് കം ഓവർ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, കം ടു സംവൺസ് പ്ലേസ്. അത് ചിലപ്പോൾ ഓഫീസാകാം, വർക്ക് സ്പേസ് ആകാം, ഹൗസ് ആകാം, എന്തുമാകാം. ഞാൻ എക്സാമ്പിൾ പറയാം. മേരി ആൻഡ് ഹർ സിസ്റ്റർ വിൽ കം ഓവർ ഫോർ ലഞ്ച് ഓൺ സൺഡേ. മേരിയും അവളുടെ സിസ്റ്ററും സൺഡേ ലഞ്ചിന് വേണ്ടി നമ്മുടെ വീട്ടിൽ വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ കം ഓവർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ വീട്ടിലോട്ട് വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ, ഏത് സിറ്റുവേഷനിൽ വെച്ചാണോ അത് പറയുന്നത്, അവിടെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും നമ്മുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലോട്ടോ ഒക്കെ വരുന്ന കാര്യമാണ് പറയുന്നത്, സന്ദർശിക്കുന്ന കാര്യമാണ് പറയുന്നതെന്ന്. ഇപ്പം വേറൊരു എക്സാമ്പിൾ. ഇഫ് യു കം ഓവർ ആഫ്റ്റർ സ്കൂൾ ടുമോറോ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. നീ നാളെ സ്കൂൾ കഴിഞ്ഞ് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, നിന്നെ ഹോംവർക്കിന് വേണ്ടി ഞാൻ സഹായിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയും എങ്ങോട്ടോ സന്ദർശിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ കം ഓവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യു കം ഓവർ ആഫ്റ്റർ സ്കൂൾ ടുമോറോ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കം ത്രൂ. കം ത്രൂ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് ഫലം വരിക എന്ന് പറയും. എന്തിൻ്റെങ്കിലും റിസൾട്ട് വരുന്നതിനാണ്, ഡെലിവർ ദ റിസൾട്ട് ആണ് കം ത്രൂവിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദ റിസൾട്ട് ഹാസ് കം ത്രൂ ആൻഡ് യു ഹാവ് പാസ്ഡ് വിത്ത് ഗ്രേറ്റ് സ്കോർസ്. ദ റിസൾട്ട് വന്നു ആൻഡ് നിനക്ക് നല്ല മാർക്കോടെ നീ പാസ്സായി എന്ന് പറയുകയാണ്. അപ്പോൾ ദ റിസൾട്ട് ഹാസ് കം ത്രൂ എന്ന് പറയാം. അവിടെ ഫലം വരിക, ഫലം വന്നു എന്ന് പറയുവാണ് നമ്മൾ കം ത്രൂ വെച്ച് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു ഹാവ് പാസ് വിത്ത് ഗ്രേറ്റ് സ്കോർസ്. ഓക്കെ, ഇത് കൂടാതെ കം ത്രൂവിന് അതിജീവിക്കുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. എന്തെങ്കിലും അതിജീവിക്കത്തില്ലേ നമ്മൾ, അതിന് നമുക്ക് അങ്ങനെ ഒരു സെൻറ്റൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് കം ത്രൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹി ഹാസ് കം ത്രൂ 2 വേൾഡ് വാർസ്. അവൻ 2 വേൾഡ് വാർസ് അതിജീവിച്ചാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ 2 വേൾഡ് വാർസ് അതിജീവിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് കം ത്രൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്ന ഫ്രേസൽ വേർബ് കം അപ്പ്. അപ്പ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. UP, കം
അപ്പ്. ഓക്കെ, കം അപ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും പണിയോ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരത്തില്ലേ, പണി വരുന്നതിനാണ് നമ്മൾ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് പെട്ടെന്ന് പൊങ്ങി വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് ആരെങ്കിലും കൊണ്ടുവരികയോ അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പണിയോ എന്തെങ്കിലും ടാസ്കോ ഒക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കം അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിളിലോട്ട് പോവാം. മൈ ബോസ് ഹാസ് കം അപ്പ് വിത്ത് എ ന്യൂ ടാസ്ക്. എൻ്റെ ബോസ് ഒരു പുതിയ ടാസ്കുമായിട്ട് വന്നു, അപ്രതീക്ഷിതമായിട്ട് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഹാസ് കം അപ്പ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം മേ നോട്ട് ബി ഈസി എന്ന് വെച്ചാൽ എന്താണ്, ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കാണുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു പരിഹാരവുമായിട്ട് ഒരു സൊല്യൂഷനുമായിട്ട് വരിക എന്നുള്ളത്, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരിക എന്നുള്ളതെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയാം. ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം മേ നോട്ട് ബി ഈസി. ഒരു എക്സാമ്പിളും കൂടെ പറയാലോ. ദ ചൈൽഡ് കെയിം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ ഫോർ ദ ടാലൻസ് ഡേ. ടാലൻസ് ഡേക്ക് വേണ്ടി കുട്ടി ഒരു പുതിയ ഐഡിയയുമായിട്ട് വന്നു എന്നാണ് അവിടെ കെയിം അപ്പിൻ്റെ അർത്ഥം. അവിടെ പാസ്റ്റും കൂടെ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചത്. ചൈൽഡ് കെയിം അപ്പ് അവിടെ പാസ്റ്റ് ആയതുകൊണ്ടാണ്, കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് കെയിം അപ്പ്, കമ്മിന് പകരം കെയിം യൂസ് ചെയ്തത്. ചൈൽഡ് കെയിം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ ഫോർ ദ ടാലൻസ് ഡേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ള ഫ്രേസൽ വെർബ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ഫ്രേസൽ വെർബ്സ് ആണ് നോക്കിയത്. കം എന്ന് പറഞ്ഞ വേർബ് ഉപയോഗിച്ചുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ്. ആദ്യം നമ്മൾ നോക്കിയത് കം അക്രോസ് ആണ്. കം അക്രോസിൻ്റെ അർത്ഥം പെട്ടെന്ന് കാണുക അല്ലെങ്കിൽ ആകസ്മികമായി കണ്ടുമുട്ടുക എന്നൊക്കെയാണ്. രണ്ടാമത്തത് കം എലോങ്. കം എലോങ് എന്ന് പറയുന്നത് 2 അർത്ഥമുണ്ട്. കൂടെ വരിക എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം, അതുപോലെ തന്നെ വേഗമാകട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടും കം എലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഫ്രേസൽ വെർബ് കം ഓവർ ആണ്. അതിനെ നമ്മൾ സന്ദർശിക്കുക എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും സ്ഥലത്തോട്ട്, ഹൗസ് ആകാം, ഓഫീസ് ആകാം, വർക്ക് പ്ലേസ് ആകാം, ഏത് സ്ഥലവും ആകാം, അങ്ങോട്ടൊക്കെ ആരെങ്കിലും സന്ദർശിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് കം ഓവർ എന്ന്. ഇനിയിപ്പോൾ നാലാമത്തെ ഫ്രേസൽ വെർബ് നമ്മൾ നോക്കിയത് ഏതാ? കം ത്രൂ ആണ്. കം ത്രൂ എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. ഫലം വരിക, എന്തെങ്കിലും റിസൾട്ട് ഡെലിവർ ആവുക എന്ന് പറയുന്നതിന് നമുക്ക് കം ത്രൂ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും അതിജീവിക്കുക എന്ന് പറയുന്നതിനെയും കം ത്രൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റായിട്ട് നമ്മൾ നോക്കിയതാണ് കം അപ്പ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ പണി വരുന്നതിനാണ് നമ്മൾ കം അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ വേറെ വേറെ സെൻറ്റൻസ് ഒക്കെ ഉപയോഗിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഇത് ഓരോന്നും വെച്ച് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇന്നത്തെ ഹോംവർക്ക്. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ കാണിച്ച് മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നന്നായിട്ട് ഇതൊക്കെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒത്തിരി ഇമ്പ്രൂവ് ആകും, വൊക്കാബുലറി ഇമ്പ്രൂവ് ആകും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2 ഫ്രേസസ് ആണ്. ആദ്യം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയാറില്ലേ, മുഷിഞ്ഞു, കാത്തിരുന്നങ്ങ് മുഷിഞ്ഞു, അല്ലെങ്കിൽ മുഷിച്ചിലായി എന്നൊക്കെ പറയാറില്ലേ, അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം നമുക്ക് നോക്കാം. മുഷിച്ചിലായി എന്ന് നമ്മൾ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് ഫെഡ് അപ്പ് വിത്ത്. ഫെഡ്, FED, ഫെഡ് അപ്പ് വിത്ത്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ഫോർ എ ബസ് എന്ന് പറഞ്ഞാൽ ബസ് കാത്തു നിന്ന് മുഷിഞ്ഞു എന്നാണ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത്. ആ ഫെഡ് അപ്പ് വിത്ത് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ഫോർ എ ബസ് എന്ന് വെച്ചാൽ ബസ് കാത്തിരുന്ന് ഞാൻ മുഷിഞ്ഞു. ആർ യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് ഹിയർ എന്ന് ചോദിച്ചാൽ ഇരുന്ന് മടുത്തോ, അത്രേ ഉള്ളൂ. ഇരുന്ന് മടുത്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആർ യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് ഹിയർ എന്ന് ചോദിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ, ആർ യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് അലോൺ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞോ എന്ന് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ആർ യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് അലോൺ എന്നാണ് ചോദിക്കേണ്ടത്. ഇനി പഠിക്കാൻ പോകുന്ന 2ാമത്തെ വാക്കാണ് സിക്കനിങ്. സിക്കനിങ് എന്ന് പറഞ്ഞാൽ അലോസരപ്പെടുത്തുന്ന എന്നാണ് അർത്ഥം. മൊസ്കിറ്റോസ് ആർ സിക്കനിങ് എന്ന് പറഞ്ഞാൽ എന്തൊരു കൊതുക് കടിയാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് മൊസ്കിറ്റോസ് ആർ സിക്കനിങ്. സിക്കനിങ് എന്നാണ് അലോസരപ്പെടുത്തുന്ന, നമ്മളെ ശല്യം ചെയ്യുന്ന എന്നൊക്കെ പറയത്തില്ലേ, അതിനു വേണ്ടി പറയുന്നതാണ് നമ്മൾ സിക്കനിങ് എന്ന വാക്ക്. ദി അനൗൺസ്മെന്റ് ഇസ് സിക്കനിങ് എന്ന് പറഞ്ഞാൽ ഈ അനൗൺസ്മെന്റ് കാരണം ചെവിതല കേൾക്കാൻ മേല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്രയും വലുതായിട്ട് പറയുന്നതിന് പകരം നമുക്ക് ആ സിക്കനിങ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ എൻ്റെ അമ്മോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആ സിക്കനിങ് എന്ന വാക്കിൽ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ദ അനൗൺസ്മെന്റ് ഇസ് സിക്കനിങ്. ദീസ് ചിൽഡ്രൻ ആർ സിക്കനിങ് എന്ന് നമ്മൾ പറയത്തില്ലേ, നാശം പിടിച്ച പിള്ളേർ ഭയങ്കര ബഹളമാണ്, സ്വസ്ഥത തരത്തില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനെ പറയാനായിട്ട് നമുക്ക് ദീസ് ചിൽഡ്രൻ ആർ സിക്കനിങ് എന്ന ആ സിക്കനിങ് എന്ന വാക്ക് യൂസ് ചെയ്യാം.
ഫ്ലൈസ് ആർ സിക്കനിങ് ഹിയർ, ഇവിടെ എന്തൊരു ഈച്ച ശല്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഫ്ലൈസ് ആർ സിക്കനിങ് ഹിയർ, ഇവിടെ എന്തൊരു ഈച്ച ശല്യമാണ്. അപ്പോൾ ശല്യമാണ്, ആലോസരപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ സ്വസ്ഥത തരുന്നില്ല, അങ്ങനത്തെ വാക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിക്കനിങ് എന്ന വാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിച്ച 2 വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഫെഡ് അപ്പ് വിത്ത്, മുഷിച്ചിലായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് സിക്കനിങ്, അലോസരപ്പെടുത്തുന്ന എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിക്കനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.